കോഴി വളർത്തലും ഫാമിങ്ങൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലേ. അതുപോലെ തന്നെയാണ് ഞാനും ഫാമിങ് തുടങ്ങിയത്. കോഴി വളർത്തൽ എന്നുള്ള രീതിക്കാണ് ഞാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഒരു ബിസിനസ് പരുവത്തിലൊന്നും ആവുമെന്ന് കരുതിയില്ല. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഓർഡറുകളും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് കോഴികൾ നമ്മൾ കളക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കോഴികളെ കൊണ്ടുവന്ന് അതിൻ്റെ മുട്ടയെടുത്ത് വിരിപ്പിച്ച് ഡേ ഓൾഡായിട്ടോ അല്ലെങ്കിൽ ഒരു മന്ത് പ്രായമുള്ള കുഞ്ഞുങ്ങളായിട്ടൊക്കെ കൊടുക്കുക എന്നാണ് നമ്മളിതുവരെ വിചാരിച്ചത്. പക്ഷേ നമ്മുടെ കാര്യങ്ങളെല്ലാം തകിടം മറിച്ചുകൊണ്ട് പല പ്രശ്നങ്ങളും മുന്നിൽ വരികയുണ്ടായി. അധികം പേരും പറയുന്നത് അസുഖമൊക്കെ ആയിരിക്കും അവരുടെ മുന്നിൽ. പക്ഷേ എൻ്റെ മുന്നിൽ അതൊന്നും അല്ല ഉണ്ടായിരുന്നത്. എനിക്ക് ആദ്യമായിട്ട് തന്നെ നല്ലൊരു കൂടില്ലാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് കൂട് കൊണ്ടുവന്നു. നല്ല രീതിയിൽ കൂടെല്ലാം ചെയ്തു ഇതിനെ റെനോവേറ്റൊക്കെ ചെയ്തിട്ട് കോഴി വളർത്താൻ തുടങ്ങിയിട്ടാണ്. അപ്പോൾ നമുക്ക് അഴിച്ചു വിട്ട് വളർത്താനുള്ള സാഹചര്യമൊന്നും ഇല്ലായിരുന്നു. എന്നാലും നമ്മൾ ഒഴിവുള്ള ദിവസങ്ങളിൽ കൊണ്ടുവന്ന് വിടുമായിരുന്നു. പക്ഷേ എന്താ പ്രശ്നം പറ്റിയെച്ചാൽ ഇങ്ങനെ അഴിച്ചു വിട്ട് വളർത്താത്തത് കൊണ്ട് തന്നെ ഈ കോഴികൾ മുട്ടയെല്ലാം കഴിക്കാനൊക്കെ ഉള്ളൊരു ടെൻഡൻസി ഉണ്ടായിരുന്നു കേട്ടോ. അതതിൻ്റെ സ്വഭാവ ദൂഷ്യം കൊണ്ടാവാം, അല്ലെങ്കിൽ അതിൻ്റെ ഡെഫിഷ്യൻസി ആവാം. പക്ഷെ നമ്മളതെല്ലാം തിരുത്തി നമ്മളതിന് മരുന്നുകളും ഒരുപാട് പൈസ ഇറക്കിയിട്ട്, അറിയാമല്ലോ നിങ്ങൾക്ക് പോൾട്രിയുടെ മെഡിസിൻസ് എല്ലാം നല്ല വിലയുണ്ട്, മനുഷ്യന്മാരുടെ മരുന്നിനേക്കാളും വിലയുണ്ട് കേട്ടോ അതിന്. അപ്പോൾ നമ്മളെല്ലാം കൊടുത്ത് അതിനെ സെറ്റാക്കി എടുത്തു കേട്ടോ. അപ്പോൾ എൻ്റെ ഫൈനൽ ഘട്ടം എന്ന നിലയ്ക്ക് എന്തായെന്ന് വെച്ചാൽ കോഴികൾ മുട്ടയിടാൻ തുടങ്ങി. ഏകദേശം നമ്മുടെ കയ്യിൽ 12ഓളം പെടക്കോഴികളുണ്ട് കേട്ടോ. പെടക്കോഴികൾ മാത്രമായിട്ട് 12ഓളം പെടക്കോഴികളുണ്ട് കേട്ടോ. പക്ഷേ നമുക്ക് എന്താ പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ ഇത് മുട്ടയിടുന്ന സമയത്ത് തന്നെ നമുക്കത് അട വയ്ക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. നമ്മൾ നേരത്തെ ഇത് മുട്ടയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മുടെ കേജിൽ വലിപ്പമില്ലാത്ത കാരണം നമുക്ക് അട വയ്ക്കാൻ പറ്റിയിരുന്നില്ല. പക്ഷേ ഇപ്പം നമ്മുടെ കേജിലെല്ലാം സ്ഥലമുണ്ട്. പക്ഷേ ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ 10-20ഓളം മുട്ടകൾ ഇപ്പം എൻ്റെ കയ്യിൽ ബാക്കിയുണ്ട്. ഈ ഇടുന്ന മുട്ടകളൊന്നും അട വയ്ക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. കാരണം കോഴികൾ ഇപ്പോൾ സ്റ്റിൽ മുട്ടയിട്ട് കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ നമ്മളൊരു ഇൻക്യുബേറ്ററിലാണ് ഒരു സുഹൃത്തിൻ്റെ കൊടുത്തിരുന്നത്. അദ്ദേഹം ഇപ്പോൾ പറയുന്നത് അദ്ദേഹത്തിന് ഇൻക്യുബേറ്ററിൽ ഉപയോഗിക്കാൻ പറ്റുന്നില്ല, അദ്ദേഹത്തിന് അതിനോട് താല്പര്യമില്ല, കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ട് ഞാനത് യൂസ് ചെയ്യുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മുടെ മുന്നിൽ അതുകൂടെ ക്ലോസ് ആയിട്ട് നമ്മൾ ഇടയിൽ കുറച്ച് കോഴി കുഞ്ഞുങ്ങളെ വിരിച്ച് നമ്മൾ നാട്ടിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ടെന്ന്, തറവാട്ടിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും അവിടെ അവർക്ക് നോക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ. നമ്മളൊരു കൂട്ടിലിട്ട് വളർത്തുവാണെങ്കിലും ആ കോഴികൾ എനി ടൈം അത് കത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുഞ്ഞുങ്ങൾ സൗണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഈവനിങ് ആണ് അവർ പുറത്ത് വിടുന്നത്. എന്നാലും അവർക്കതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ 2 സ്ഥലത്തായിട്ട് കോഴികൾ വളർത്തുക പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ നമുക്കൊരു സപ്പോർട്ട് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എൻ്റെ വീട്ടിൽ ഫസ്റ്റെല്ലാം വലിയ അത്യാവശ്യം അവർക്ക് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവർക്കതൊരു ബാധ്യതയും മാറാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫുഡ് കൊടുക്കുന്നത് തന്നെ, അല്ലെങ്കിൽ അതുമായിട്ട് വേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ സ്മെല്ല് മറ്റു കാര്യങ്ങളെല്ലാം വരാൻ തുടങ്ങി. അപ്പോൾ മഴക്കാലം ആയതുകൊണ്ടാണ്. പക്ഷേ എന്നാലും കൂടെല്ലാം ക്ലീനാണ്. എന്നാലും അതൊരു പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ കോഴികളെല്ലാം മുട്ടയിട്ട് ഇരിക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഇത്രയും മുട്ടകൾ 10-20ഓളം മുട്ടകൾ കയ്യിലുണ്ട്. നമുക്കത് വിരിപ്പിച്ച് ഇറക്കിയിട്ട് കൊടുക്കാൻ ഇത് നല്ല സീസണാണ് കേട്ടോ. ഇപ്പോൾ വിരിപ്പിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം മഴയെല്ലാം കഴിഞ്ഞ് പുറത്തിറക്കിയാണ് കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ വീട്ടിലിപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എൻ്റെ 2 വീടുകളിലോട്ടും ഇത് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. എനിക്ക് 2 സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഞാൻ 2 ഭാഗത്തായിട്ടാണ് കൂടുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്തിലോട്ട് ഇത് മാറ്റാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. വേറെ ആളുടെ സഹായം ഇല്ലാതെ ഒരു നേരം നമ്മളില്ലെങ്കിൽ അവർ ഫുഡ് കൊടുക്കാനോ ആളില്ലെങ്കിൽ ഇത് നടക്കില്ല. ഈ ഒരു സപ്പോർട്ട് ഇല്ലാതെ ഒരാളും കോഴി വളർത്തരുത് എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മളില്ലാത്ത പക്ഷം അവർക്ക് ഫുഡ് കൊടുക്കാനോ തുറന്നു വിടാനോ എങ്കിലും അത്യാവശ്യം ആൾക്കാർ വേണം കേട്ടോ. അപ്പോൾ എൻ്റെ ഇവിടെ ഇപ്പോൾ ആ പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാൻ ആകെ കൺഫ്യൂഷനാണ് കേട്ടോ. ഈ കോഴികളെ ഞാൻ വളർത്തുന്ന കോഴികളെ ഒരിക്കലും കൊടുക്കാനും പോകുന്നില്ല. ഞാനിത് എൻ്റെ കയ്യിൽ നിന്ന് എത്ര രൂപ പൈസ ഇറക്കിയാലും ഞാനിതിനെ സംരക്ഷിക്കുമെന്നുള്ള രീതിക്കാണ് ഞാൻ നിൽക്കുന്നത്. എനിക്കിതൊരു ഒരു പാർട്ട്ണർഷിപ്പിൽ ചെയ്യാൻ കൂടെ താല്പര്യമുണ്ട്. ആരെങ്കിലുമൊക്കെ നമ്മളുണ്ടെങ്കിൽ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ രീതിയിൽ ഒരു പാർട്ട്ണർഷിപ്പ് രീതിയിൽ കച്ചവടം നടത്തി കൊണ്ടുവരാം. കാരണം ഇതെല്ലാം ഏക്കിങ് ആയിട്ടുള്ള കോഴികളാണ്. നമുക്ക് കൊണ്ടുപോയിട്ട് വിരിപ്പിച്ച് ഇറക്കി കൊടുക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു ഒരു ഫ്രസ്ട്രേഷനിലാണ് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നമുക്ക് വളരെ സ്ട്രെസ് ഉണ്ട്. കാരണം നമ്മളൊരു ഫൈനലിൽ റിസൾട്ട് ആവുന്ന സമയത്ത് ഇതുപോലെ സംഭവിക്കുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഒരുപാട് സുഹൃത്തുക്കളോട് ഞാൻ എൻക്വയറി നടത്തി. അപ്പോൾ അവരൊക്കെ ഓരോരോ ഐഡിയ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. കാരണം നമ്മൾ വളരെ ഒരു മാനസികമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ്. കാരണം ഇത്രയ്ക്കും കോഴി നമ്മളതിൽ ഉണ്ടായിട്ട് നമുക്കൊരു റിസൾട്ട് ഇല്ലാതെ പോകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനതിന് തിരുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് നമ്മുടെ ചാനലുകൾ അതുപോലെ തന്നെ നല്ല ഗ്രോത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിത് നിർത്തുവാണെങ്കിൽ ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്യേണ്ട അവസ്ഥയിലാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് കിട്ടണം കേട്ടോ.